നോ ടു വാർ ആൻഡ് ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞ ഹാവിയോ ബാഡം. ട്രംപിനെതിരെ അമ്പെയ്ത ജിമ്മി കിമ്മൽ. എപ്സ്റ്റീൻ ഫയൽസിൽ ഉന്നം വെച്ച കോനൻ ഒബ്രയാൻ. തനിക്ക് മുന്നേ അവാർഡ് നേടിയ കറുത്ത വർഗ്ഗക്കാരായ താരങ്ങളെ പേരെടുത്തു പറഞ്ഞ് നന്ദി അറിയിച്ച മൈക്കിൾ ബി ജോർദാൻ. ലോസ് ആഞ്ചൽസിൽ യുദ്ധ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയോടെ നടന്ന ഓസ്കാർ പുരസ്കാര നിശ അവിടെ എത്തിയ പലർക്കും തങ്ങളുടെ വിയോജിപ്പുകൾ പ്രകടമാക്കാനുള്ളതായിരുന്നു. അപ്പോഴും മുൻകാലങ്ങളിലെ പോലെ ശക്തമായ പ്രതികരണമോ പ്രതിഷേധമോ ഇല്ലാതെ കടന്നുപോയ ഓസ്കാറായി 2026 ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിനെതിരെ ആരെങ്കിലും സംസാരിക്കുമെന്ന് പലരും കരുതി. എന്നാൽ അവാർഡ് നൽകാനെത്തിയ ഹാവിയർ ബാഡത്തിന്റെ വാക്കിൽ അതൊതുങ്ങി. നോ ടു വാർ ആൻഡ് ഫ്രീ പലസ്തീൻ. കാലാകാലമായി പറഞ്ഞു പോകുന്ന വാചകത്തിന് മാറ്റമില്ലാത്ത മറ്റൊരു അക്കാദമി അവാർഡ് നിശ. സിഡ്നി പോയിറ്റ് മുതൽ വിൽ സ്മിത്ത് വരെ നീളുന്ന മുൻകാല ഓസ്കാർ ജേതാക്കളെ ഓർത്തുകൊണ്ടായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം മൈക്കിൾ ബി ജോർദാൻ ഏറ്റുവാങ്ങിയത്. ഐ സ്റ്റാൻഡ് ഹിയർ ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് കെയിം ബിഫോർ മീ എന്ന് പറയുന്ന ജോർദാൻ അവിടെയെത്താൻ അയാളെപ്പോലെ 1000-ലധികം പേർക്ക് നേരിടേണ്ടി വന്ന യാതനകളുടെ കഥ ഓർമ്മിപ്പിക്കുന്നു. 16 നോമിനേഷനുമായി എത്തി 4 അവാർഡുകളാണ് സിന്നേഴ്സ് സ്വന്തമാക്കിയത്. തിരക്കഥ, ഒറിജിനൽ സ്കോർ, സിനിമാറ്റോഗ്രഫി, ബെസ്റ്റ് ആക്ടർ. ജോർദാൻ പീലിക്ക് ശേഷം തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടുന്ന രണ്ടാമത്തെ മാത്രം കറുത്ത വംശജനായ റയാൻ കൂഗ്ലർ. സിനിമാറ്റോഗ്രഫിക്ക് പുരസ്കാരം നേടുന്ന ആദ്യ വനിതയായി ഓട്ടം ഡുറാൾഡ്. നേട്ടങ്ങൾ റെക്കോർഡുകളാക്കിയാണ് സിന്നേഴ്സ് കളം വിട്ടത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ പല ചെയ്തികളെയും വിമർശിച്ച വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ നേടിയതാകട്ടെ 6 ഓസ്കറുകൾ. അതിർത്തികളിൽ നിന്നും അധികാര ദുർവിനിയോഗത്തിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രമാക്കുകയെന്ന ആശയം അവതരിപ്പിച്ച ചിത്രം. ട്രംപ് ഭരണകാലത്തെ അമേരിക്കയെക്കുറിച്ചുള്ള ആക്ഷേപഹാസ്യമായും സിനിമയെ പ്രകീർത്തിക്കുന്നവരുണ്ട്. ഹോളിവുഡിന്റെ വിശ്വവേദിയിൽ വിപ്ലവങ്ങളുടെ കഥ പറഞ്ഞ് ആ സിനിമ ബെസ്റ്റ് മൂവിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് പ്രഖ്യാപിക്കപ്പെടുമ്പോഴും ലോകം മറ്റൊരു യുദ്ധത്തിന്റെ നടുവിലാണ്. ഇതേ അമേരിക്ക തുടങ്ങിവെച്ച യുദ്ധം. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കേട്ടവർക്കെല്ലാം ജിമ്മി കിമ്മൽ ഉദ്ദേശിച്ച വ്യക്തി ഡൊണാൾഡ് ട്രംപാണെന്ന് വ്യക്തമായിരുന്നു. ചില രാജ്യങ്ങളുടെ നേതാക്കളുണ്ട്, അവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കില്ല. അതേത് രാജ്യമെന്ന് ഞാൻ പറയുന്നില്ല. നോർത്ത് കൊറിയ, CBS എന്നിവയിൽ അത് അവസാനിപ്പിക്കാം. ഇതായിരുന്നു ജിമ്മിയുടെ വാക്കുകൾ. 2025 US-ലെ തീവ്ര വലതുപക്ഷ പ്രചാരകനായ ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്ക് പിന്നാലെ കിമ്മലിന്റെ ടോക്ക് ഷോ ABC നെറ്റ്വർക്ക് നിർത്തലാക്കിയിരുന്നു. ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഒരു 4 വയസ്സുകാരൻ ഗോൾഡ് ഫിഷിന് അനുശോചനം അർപ്പിക്കുന്നത് പോലെയാണ് ട്രംപിന്റെ അനുശോചനം അർപ്പിക്കൽ എന്നിവയായിരുന്നു കിമ്മലിന്റെ വാക്കുകൾ. അന്ന് ടോക്ക് ഷോ റദ്ദാക്കിയത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞ ട്രംപ് ABC നെറ്റ്വർക്കിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ വന്നതോടെ ഷോ വീണ്ടും പുനരാരംഭിച്ചു. ട്രംപിന്റെ സ്ഥിര വിമർശകനായ കിമ്മൽ അമേരിക്കയുടെ അവസ്ഥ പരിതാപകരമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഭീകരമായ റിസ്ക് എടുത്ത് സത്യം വിളിച്ചു പറയുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അതേസമയം ഷൂസ് ഇട്ട് വൈറ്റ് ഹൗസിൽ ചുറ്റി നടക്കുന്നവരുമുണ്ട്. മെലാനിയ ട്രംപിന് നേരെയുള്ള പരോക്ഷ പരിഹാസമായിരുന്നു അത്. ഈ വർഷം ആദ്യം ഇറങ്ങിയ മെലാനിയ ട്രംപിന്റെ ഡോക്യുമെന്ററി ഉദ്ദേശിച്ചായിരുന്നു പരാമർശം. നോമിനേഷൻ ലിസ്റ്റിൽ ആ ഡോക്യുമെന്ററിയുടെ പേരില്ലാത്തത് അയാളെ രോഷാകുലനാക്കുമോ എന്ന് ട്രംപിനെ ഉന്നം വെച്ചും ജിമ്മി പറഞ്ഞ് അവസാനിപ്പിച്ചു. യുദ്ധത്തെയും എപ്സ്റ്റീൻ ഫയൽസിനെയും ജോക്കായി കോനൻ അവതരിപ്പിച്ചെങ്കിലും ഹോളിവുഡിൽ അതും ചർച്ചയാണ്. 2012 ശേഷം ആദ്യമായി ബ്രിട്ടീഷ് ആക്ടേഴ്സ് നോമിനേഷനിൽ ഇല്ലാത്ത വർഷമാണിതെന്ന് പറഞ്ഞ കോനൻ അറ്റ്ലീസ്റ്റ് അവർ തങ്ങളുടെ രാജ്യത്തെ പെഡോഫൈൽസിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. എപ്സ്റ്റീൻ ഫയൽസിൽ പേരുള്ള ട്രംപാണ് അമേരിക്കയെ നയിക്കുന്നതെന്ന് ഓർക്കുക. വളരെ കുറഞ്ഞ വാക്കിൽ വലിയ ചർച്ചകൾക്കാണ് ഈ പ്രതികരണങ്ങളെല്ലാം വഴിവെച്ചിരിക്കുന്നത്. മർലൻ ബ്രാൻഡോ മുതൽ ഹാവിയർ ബാഡം വരെ നീളുന്ന ഓസ്കാർ പ്രതിഷേധങ്ങളിൽ അത്ര പൊളിറ്റിക്കൽ അല്ലാതെ കടന്നു പോവുകയാണ് 98ാമത് അക്കാദമി അവാർഡ്സ്. വരും ദിനങ്ങളിൽ ഈ പരാമർശങ്ങൾ എന്തൊക്കെ വിവാദങ്ങളിലേക്ക് നയിക്കുമെന്ന് കാണാം.